الحمدلله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا يخلق ما يشاء وهو العليم القدير. സ്നേഹമുള്ള വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ കൂടെയുള്ള ആളുകളോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, നിങ്ങൾക്ക് എന്ത് ലഭിക്കാനാണ് ആഗ്രഹം? ആ സന്ദർഭത്തിൽ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, അവരിയ്ക്കുന്ന ആ വീട്
ഈ വീട് നിറയെ സ്വർണമുണ്ടാവുകയും അത് മുഴുവൻ എനിക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ കഴിയുകയും ചെയ്യണം എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊരാൾ പറഞ്ഞു, ഈ വീട് മുഴുവൻ മുത്തും പവിഴങ്ങളുമാവുകയും അത് മുഴുവൻ ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും സ്വതക്ക കൊടുക്കുകയും ചെയ്യുക എന്നതാണ് എൻ്റെ ആഗ്രഹം. ഓരോരുത്തരും അവരുടെ ആഗ്രഹം പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അവർ തിരിച്ചു ചോദിച്ചു, അങ്ങയുടെ ആഗ്രഹം എന്താണ്? ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത്, അബൂ ഉബൈദ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ, സാലിം മൗല അബീ ഹുദൈഫയെ പോലെയുള്ള വ്യക്തികളെ കൊണ്ട് അത്തരം വ്യക്തികളെ എനിക്ക് ലഭിക്കുകയും അവരിലൂടെ ഈ ദീനിനെ, അള്ളാഹുവിൻ്റെ കലിമത്തു തൗഹീദിനെ ശക്തമാക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് എൻ്റെ ആഗ്രഹം. ഈ വ്യക്തികളെ എന്തുകൊണ്ടാണ് പ്രത്യേകമായി ഉമർ റളിയല്ലാഹു എടുത്തു പറഞ്ഞത്? ഇത്തരം ആളുകളെ എനിക്ക് ലഭിക്കണമെന്ന് എന്തുകൊണ്ടാണ് ആഗ്രഹിച്ചത്? പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, ഈ പറയപ്പെട്ട ആളുകളെല്ലാവരും യുവാക്കളായിരുന്നു. യുവത്വ പ്രായത്തിൽ, ചുറുചുറുക്കുള്ള ചോരത്തിളപ്പുള്ള പ്രായത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി സ്വന്തത്തെ സമർപ്പിച്ചവരും ദീനിനു വേണ്ടി പണിയെടുത്തവരുമാണ് ഈ പറയപ്പെട്ട ആളുകൾ. ഇപ്പൊ ഇങ്ങനെയുള്ള യുവാക്കളായ മനുഷ്യരെ കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ ശക്തിപ്പെടുത്താൻ എനിക്ക് അവസരം ലഭിക്കണമെന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ പ്രതികരിക്കുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, എന്താണ് യുവാക്കളുടെ പ്രത്യേകത? എന്താണ് യുവത്വ പ്രായത്തിൻ്റെ പ്രത്യേകത? യുവത്വത്തിലേക്ക് കാലെടുത്തു വെക്കുന്നവരും ജീവിതത്തിൽ അനുഗ്രഹീതമായ ആ സമയത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നവരും പതിയെ ആ പ്രായത്തോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നവരും കൂടെ പ്രായമായ ആളുകളും നമ്മളോടൊപ്പമുണ്ട്. യുവത്വത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം പ്രവേശിക്കുന്ന ജീവിതത്തിൻ്റെ ഈ ഘട്ടം എന്താണ് അതിൻ്റെ പ്രത്യേകത? യുവാക്കളായി ജീവിച്ചു കൊണ്ടിരിക്കുന്നവരെ, ഈ ജീവിത കാലഘട്ടത്തിൽ നിന്ന് പതിയെ വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ, എന്താണ് ഈ സമയത്തിൻ്റെ പ്രത്യേകത? വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രയോഗിച്ച ചില പ്രയോഗങ്ങൾ തന്നെ ഈ പ്രായം മനുഷ്യ ജീവിതത്തിലെ സവിശേഷമായ ഒരു കാലഘട്ടമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ 30-ാം അധ്യായം സൂറത്തുർ റൂമിന്റെ 54-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫിൻ ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا يخلق ما يشاء وهو العليم القدير الله الذي خلقكم من ضعف. മനുഷ്യരെ അല്ലാഹുവാണ് ഒരു ദുർബലമായ അവസ്ഥയിൽ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ ദുർബലമായ അവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യന്റെ കുട്ടിക്കാലമാണ്, അവന്റെ ശൈശവത്തിന്റെ ബാല്യത്തിന്റെ കാലമാണ്. എന്നാൽ ആ ദുർബലതയുടെ കാലത്തിനു ശേഷം അല്ലാഹു നിങ്ങൾക്കൊരു ശക്തിയുടെ കാലം തന്നിരിക്കുന്നു. ഈ ശക്തിയുടെ കാലത്തിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വീണ്ടും ഒരു ദുർബലതയുടെയും നരബാധിച്ചു പോകുന്ന കാലം നിങ്ങൾക്ക് നൽകുന്നതാണ്. നരയില്ലാത്ത ശൈശവത്തിന്റെ ബാല്യത്തിന്റെ കാലം അതൊരു ദുർബലമായ കാലഘട്ടമാണ്. നരബാധിച്ചു പോകുന്ന വാർദ്ധക്യത്തിന്റെ കാലവും
മനുഷ്യ ജീവിതത്തിലെ ഒരു ദുർബലമായ കാലഘട്ടമാണ്. ഇങ്ങനെ കുട്ടിക്കാലമാകുന്ന ദുർബലതയുടെ, വാർദ്ധക്യമാകുന്ന ദുർബലതയുടെ ഇടയിൽ അല്ല നിങ്ങൾക്ക് തന്ന ഈ കാലം അത് ശക്തിയുടെ കാലമാണ്. യൗവനമെന്ന് പറയാതെ അള്ളാഹു ഈ കാലത്ത് ഉപയോഗപ്പെടുത്തിയത് ഖുവ്വത്ത് എന്ന ശക്തിയുടെ കാലം. സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ മനസ്സാഗ്രഹിക്കുന്നിടത്ത്, മനസ്സ് ചിന്തിക്കുന്നിടത്ത് ഓടിയെത്താൻ സഹായകമാകുന്ന ആരോഗ്യവും ത്വാഖത്തുമുള്ള കാലമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലെ പ്രയോഗം എടുത്തു നോക്കിയാൽ യുവത്വത്തെ പ്രത്യേകമായി പരാമർശിച്ചത് നമുക്കവിടെ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ലാ തസൂൽ ഖദമു ബനി ആദമ യൗമൽ ഖിയാമത്തി മിൻ ഇൻദി റബ്ബി. അന്ത്യനാളിൽ, ലോകാവസാനത്തിനു ശേഷം പരലോകത്ത് അള്ളാഹുവിന്റെ അടുത്തൊരടിമക്ക്, ആദം സന്തതിക്ക് അവന്റെ കാലടികളെ മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല. ഹത്താ യുസ്അല അൻ ഖംസിൻ. 5 കാര്യത്തെക്കുറിച്ച് അവനോട് ചോദിക്കാതെ, 5 കാര്യത്തിന് ഉത്തരം പറയാതെ അവനക്ക് കാല് മുന്നോട്ട് വെക്കാനാവുകയില്ല. ഏതാണ് 5 കാര്യങ്ങൾ? അൻ ഉംരി ഫീമാ അഫ്ന. അവന്റെ ആയുസ്സിനെ കുറിച്ചാണ്. എന്തിനു വേണ്ടിയാണ് ആ ആയുസ് ഉപയോഗപ്പെടുത്തി ചെലവഴിച്ചത് എന്നവനോട് ചോദിക്കും. വഅൻ ശബാബി ഫീമാ അബ്ല. അവന്റെ യുവത്വത്തെ കുറിച്ച് ചോദിക്കും. എന്തിനു വേണ്ടിയാണ് ആ യുവത്വം, എങ്ങനെയാണ് പതിയെ അവൻ തീർത്തു കളഞ്ഞത് എന്ന്. സഹോദരങ്ങളെ, ആയുസ് എന്ന് പറഞ്ഞാൽ ജനിച്ചത് മുതൽ മരിക്കണ വരെയുള്ള സമയമാണ്. ആ ആയുസ്സിന്റെ അകത്തു തന്നെ ഉൾക്കൊള്ളുന്ന കാര്യമാണ് യൗവനം. ആയുസ്സിനെ കുറിച്ച് പൊതുവിൽ ചോദിക്കുമെന്ന് പറഞ്ഞിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുവത്വത്തെ അവ പ്രത്യേകമായി മനുഷ്യരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. വീണ്ടും പറഞ്ഞു, വമാലിഹി മിൻ അയ്ന ഇക്തസബ വഫീമാ അൻഫഖ. സമ്പത്തിനെ കുറിച്ച് ചോദിക്കും. എവിടെ നിന്നാണ് സമ്പാദിച്ചത്, എന്തിനാ ചെലവഴിച്ചത്? സമ്പത്തിനെ കുറിച്ച് 2 ചോദ്യം. എവിടുന്നാ ഈ പൈസയൊക്കെ ഉണ്ടാക്കിയത്, എന്തിനാണ് ഇതൊക്കെ ചെലവഴിച്ചത്? വമാദാ അമില ഫീമാ അലിമ. ദീനിയായ കുറേ കാര്യങ്ങൾ പഠിച്ചു, മനസ്സിലാക്കി. പഠിച്ച ദീനുകൊണ്ട് എന്താണ് പ്രവർത്തിച്ചത്? ഈ 5 ചോദ്യത്തിന് ഉത്തരം പറയാതെ കാല് എടുത്തു വെക്കാൻ കഴിയുകയില്ല. ആയുസ്സിനെ കുറിച്ച് പൊതുവെ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗവനത്തെ പ്രത്യേകമായി എടുത്തു പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഇനി മറ്റൊരു ഹദീസിൽ, നമുക്കൊക്കെ മനഃപ്പാടമുള്ള ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്. മനുഷ്യരെ, 5 കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നതിന്റെ മുൻപ്, അതിനു മുമ്പ് ലഭിക്കുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഒന്നാമത് പറഞ്ഞത് ശബാബക ഖബ്ല ഹറമിക്. വാർദ്ധക്യം വരുന്നതിന് മുൻപ് യുവത്വത്തെ ഉപയോഗപ്പെടുത്തണം. വസിഹതക ഖബ്ല സഖമിക. രോഗം വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ. വഗിനാക ഖബ്ല ഫഖരിക. ദാരിദ്ര്യം വരുന്നതിന് മുൻപ് സമ്പന്നതയുടെ ഐശ്വര്യകാലത്തെ. വസിഹതക വഫറാഗക ഖബ്ല ശുഗ്ലിക്. നിനക്ക് തിരക്കുകൾ ബിസിയാകുന്നതിന് മുൻപ് ലഭിക്കുന്ന ഒഴിവു സമയത്തെ. 5ാമത്തെ കാര്യം പ്രവാചകൻ പറയാണ്, വഹയാതക ഖബ്ല മൗതിക. മരണം വരുന്നതിന് മുൻപ് ജീവിതത്തെ. നേരത്തെ ആയുസ് എന്ന് പറഞ്ഞതുപോലെ ജീവിതം എന്ന് പറഞ്ഞാൽ ജനിച്ചത് മുതൽ മരിക്കണ വരെയുള്ള സമയമാണ് ദുനിയാവിലെ ജീവിതം. ആ ജീവിതത്തിന്റെ അകത്തു വരുന്ന കാര്യമാണ് മനുഷ്യന്റെ യുവത്വം. ആ ജീവിതത്തെ മൊത്തം ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മുമ്പ് പറഞ്ഞത് യുവത്വത്തെ നീ പ്രത്യേകം ഉപയോഗപ്പെടുത്തണമെന്ന്. സഹോദരങ്ങൾ, അത്രയേറെ പ്രാധാന്യമുള്ള ശക്തിയുടെ, കഴിവിന്റെ, ഏതു നന്മയിലും സജീവമാകാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ചെറുപ്പക്കാരെ അല്ല നമുക്ക് അനുഗ്രഹിച്ചു നൽകിയ ഈ യൗവനകാലം. ചരിത്രം എടുത്തു നോക്കൂ നിങ്ങൾ. വിശുദ്ധ ഖുർആനിന്റെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയാഇന്റെ 60-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജനത പ്രയോഗിച്ചൊരു പ്രയോഗം, ആ നാട്ടിലെ ആ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം നബി സ്വീകരിച്ചൊരു നിലപാട്, അതിനെക്കുറിച്ച് അവരെങ്ങനെ അന്വേഷിച്ചു, ആരാണ് ഇതൊക്കെ ചെയ്തത്? ആ സമയത്ത് അവർ പറഞ്ഞില്ലേ, ഖാലു സമിഅനാ ഫതൻ. ഞങ്ങളൊരു ചെറുപ്പക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചെറുപ്പപ്രായത്തിലായിരുന്നു. സൂറത്തുൽ അംബിയാഇന്റെ ഈ 60-ാമത്തെ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ ഒരു വാക്ക് അവിടെ ചേർത്ത് വെക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ ബഅസല്ലാഹു നബിയ്യൻ ഇല്ലാ ശാബ്ബ. യുവത്വ പ്രായത്തിലല്ലാതെ അല്ലാഹു ഒരു റസൂലിനെയും റസൂലായി നിയോഗിച്ചിട്ടില്ല.
പിന്നീട് അവര് ഒരുപാട് പ്രായം ജീവിച്ചു. പക്ഷെ ഏതൊരു പ്രവാചകനെയും പ്രവാചകത്വം നൽകിയത് അദ്ദേഹത്തിന്റെ യുവത്വ കാലഘട്ടത്തിലാണ് എന്നാണ്. പ്രവാചകന്മാർ നിയോഗിതമായ കാലമാണ് യൗവനം. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിമാർ എടുത്തു നോക്കൂ നിങ്ങൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കം ഖുലഫാഉർ റാഷിദുകൾ അടക്കം അടങ്ങുന്ന ആ 10 പേർ 38 വയസ്സിന്റെ താഴെയാണ് അവരൊക്കെ ഇസ്ലാം സ്വീകരിച്ച പ്രായം. 40 തികയുന്നതിന് മുൻപ് ഇസ്ലാമിനെ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ചവരാ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകൾ. പണ്ഡിതന്മാർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, നേരത്തെ പറഞ്ഞ ആ വാക്കിനെ തുടർന്ന് പറയുന്നുണ്ട്, യുവത്വകാലമാണ് അറിവ് നേടാൻ ഏറ്റവും അനുയോജ്യമായ പ്രായം. പണ്ഡിതന്മാരെടുത്തു നോക്കൂ നിങ്ങൾ. അനേകം ഗ്രന്ഥങ്ങൾ രചിച്ച ചരിത്രത്തിൽ അറിയപ്പെടുന്ന മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ആകെ ജീവിച്ചത് 40 വയസ്സ് വരെയാണ്. 40 വയസ്സ് വരെ ജീവിച്ചതിൻ്റെ ഉള്ളിലാണ് ഈ അത്ഭുതങ്ങൾ അദ്ദേഹം സൃഷ്ടിച്ചത്. ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രായത്തിലാണ് ചെറുപ്പക്കാരെ നമ്മളുള്ളത്. ഒന്ന് മനസ്സറിഞ്ഞു നോക്കൂ, ചിന്തിച്ചു നോക്കൂ, എവിടെയാണ് നമ്മളുള്ളത്? യുവാക്കളെ, എവിടെയാണ് നമ്മളുടെ സാന്നിധ്യം? സക്രിയമായി ക്രിയാത്മകമായി എന്താണ് ഈ അനുഗ്രഹീത സമയം കൊണ്ട് നമുക്ക് ചെയ്യാനാകുന്നത്? ആഭാസങ്ങളുടെ പിറകെയാണ്, അധർമ്മങ്ങളുടെ പിറകെയാണ് പലപ്പോഴും ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ധാരാളം മുസ്ലിങ്ങളുള്ളൊരു സ്ഥലം, പറയാൻ നമുക്ക് പ്രയാസമുണ്ട്, സങ്കടമുണ്ട്. അവിടെ 2-3 ദിവസമായി ഒരു ഗാനമേള നടക്കാൻ, സംഗീതത്തിന്റെ അകമ്പടിയോടുകൂടിയുള്ള പ്രോഗ്രാം. അവിടെ ഒരു ദിവസം ഒരു ഗായകൻ വന്ന് മൈക്കെടുത്ത് ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞ് യുവാക്കളോട് ചോദിക്കാണ്, നമുക്ക് അടിച്ചു പൊളിക്കുകയല്ലേ? സാധാരണ നമ്മളൊക്കെ ചോദിക്കാറില്ലേ, പരിപാടി എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. അടിച്ചു പൊളിക്കല്ലേ? യുവാക്കൾ ആ വാക്കിനെ അതേ വാക്കിന്റെ അർത്ഥത്തിലെടുത്ത് ആ വേദിയും അവിടെയുള്ള സകല സംവിധാനങ്ങളും സൗകര്യങ്ങളും അടിച്ചു തകർത്തു. ലൈറ്റും സൗണ്ടും സംവിധാനങ്ങളും കൂളറും സ്റ്റേജും പന്തലും അടിച്ചു തകർക്കുന്നിടത്താണ് നമ്മളുടെ യുവാക്കൾ ഉള്ളത്. എവിടെയാണ് ചെറുപ്പക്കാരെ നമ്മളുടെ സാന്നിധ്യമുള്ളത്? വഴിതെറ്റുന്ന പ്രായമാണിത്. പക്ഷേ ഈ സമയത്ത് നമ്മൾ നേർവഴിയിലാക്കിയാൽ, ഈ സമയത്ത് നമ്മൾ നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ വല്ലാത്ത പ്രതിഫലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു മൈൽ അകലെ, ആ മൈലിന്റെ വിശദീകരണം എന്താ? കണ്ണിൽ സുറുമയിടാൻ ഉപയോഗിക്കുന്ന കമ്പ് എന്നാണ് ഒരു വിശദീകരണം. അതെത്ര ഉണ്ടാവുള്ളൂ? അത്ര അകലെ സൂര്യൻ വന്നു നിൽക്കുന്ന ദിവസമുണ്ട്. വിചാരണക്ക് വേണ്ടി നമ്മളെല്ലാം റബ്ബ് മനുഷ്യരെ വിചാരണക്കെടുക്കാൻ വേണ്ടി നാം കാത്തിരിക്കുന്ന ദീർഘമായ വർഷം മഹ്ശറിൽ നമ്മൾ നിൽക്കാൻ. അല്ലാഹു അവിടെ നമുക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. അവിടെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രത്യേകമായൊരു വിഭാഗം, വശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബി, അല്ലാഹുവിന്റെ ഇബാദത്തെടുത്ത് വളർന്ന ചെറുപ്പക്കാരൻ. ആ 7 വിഭാഗത്തിൽ ബാക്കിയുള്ളിടത്തെല്ലാം റജുലുൻ റജുലുൻ എന്ന് പറഞ്ഞപ്പോ ഈ ഒരു വിഭാഗത്തെ പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബി, അല്ലാഹുവിന്റെ ഇബാദത്തെടുത്ത് വളർന്ന ചെറുപ്പക്കാരൻ എന്നാണ്. അതുകൊണ്ട് വഴി തെറ്റുന്ന പ്രായമാണ്. എന്നാൽ നേർവഴി സ്വീകരിച്ച് ഈ പ്രായത്തെ നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ, ഈ അനുഗ്രഹീത സമയത്തെ നേരിന്റെ വഴിയെ നന്മക്ക് വേണ്ടി ചെറുപ്പക്കാരെ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് വല്ലാത്ത പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചക വചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ സമയത്തെ ഏറ്റവും ക്രിയാത്മകമായി ഉപയോഗിക്കാൻ, നാടിന്, വീടിന്, കുടുംബത്തിന്, സ്വന്തത്തിന്, ദീനിന് എങ്ങനെ എന്നെ കൊണ്ട് ഒരു നന്മയെങ്കിലും ചെയ്യാനാകുമെന്ന് ചിന്തിച്ചാലോചിച്ച് ഉമർ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചില്ലേ, അബൂ ഉബൈദയെ പോലെയുള്ള ആളുകളെ എനിക്ക് ലഭിക്കണമെന്ന്. എന്ന പോലെ നാം ജീവിക്കുന്ന നാട്ടിൽ നന്മയെ സ്നേഹിക്കുന്ന മനുഷ്യർ അവനെപ്പോലെയാകണമെന്ന് നമ്മളുടെ യുവത്വത്തെ നോക്കി പറയാൻ പറ്റുന്ന രൂപത്തിൽ നാം നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം നാം പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫ്
സൂറത്തുൽ കഹ്ഫിന്റെ 13-ാമത്തെ ആയത്തിൽ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ഇന്നഹും ഫിത്തിയത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ഇന്നഹും ഫിത്തിയ, ആ അസ്ഹാബുൽ കഹ്ഫായിട്ടുള്ള ആളുകൾ അവരൊരു പറ്റം യുവാക്കളായിരുന്നു, ഒരു സംഘം ചെറുപ്പക്കാരായിരുന്നു എന്ന്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറിൽ പറയുന്നൊരു പ്രധാന കാര്യമുണ്ട്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർ സ്വയം ചിന്തിക്കുന്നത് എന്താ? ഇനിയൊന്നും എനിക്ക് നന്നാകാൻ കഴിയൂല. ഇന്ന് രാവിലെ നമ്മളുടെ ഇവിടെയുള്ളൊരു പ്രവർത്തകൻ നമ്മുടെ യൂത്ത് കോൺഫറൻസുമായി രജിസ്ട്രേഷന് വേണ്ടി ഒരാളോട് സംസാരിച്ചപ്പോൾ ഉണ്ടായൊരു അനുഭവം പങ്കുവച്ചു. എനിക്കൊന്നും ഇനി മാറാൻ കഴിയില്ല എന്ന് ചെറുപ്പക്കാർ ചിന്തിക്കുന്നു. പ്രായമായ ആളുകളും രക്ഷിതാക്കളും മുതിർന്നവരും ചിന്തിക്കുന്നത് എന്താ? യുവാക്കളൊന്നും ഇനി നമുക്ക് കിട്ടൂല, ചെറുപ്പക്കാരൊക്കെ ആകെ വഴിതെറ്റിപ്പോയി, ഓരോന്നും ഇനി നമുക്കൊരു കാര്യത്തിനും കിട്ടൂല, നമ്മൾ തന്നെ ഇനി പരമാവധി എന്തെങ്കിലും ചെയ്യുക എന്നാ ചിന്തിക്കുന്നത്. നമുക്കെല്ലാമുള്ള മറുപടിയാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഈ അസ്ഹാബുൽ കഹ്ഫ് അവർ യുവാക്കളായിരുന്നു. വഹും, ഇനി യുവത്വത്തെ കുറിച്ച് പറയാണ്. വഹും അഖ്ബലു ലിൽ ഹഖ് വഅഹ്ദാ ലിസ്സബീലി മിനശ്ശുയൂഖ്. യുവാക്കളാണ് പ്രായമായ ആളുകളെക്കാളും സത്യത്തെ സ്വീകരിക്കാൻ ഏറ്റവും കഴിയുന്ന ആളുകൾ യുവാക്കളായിട്ടുള്ള ആളുകളാണ്. എന്നിട്ട് അദ്ദേഹം അതിന് തെളിവായി പറയുന്നത് വലിഹാദാ കാന അക്സറുൽ മുസ്തജീബീന ലില്ലാഹി വലിറസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശബാബ. അതുകൊണ്ടാണ് മക്കയിലേക്ക് പ്രബോധനവുമായി കടന്നു വന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതുവഴി അള്ളാഹുവിന് ഉത്തരം കൊടുത്ത ആളുകളെ നമ്മൾ പരിശോധിച്ചാൽ അവരിൽ ഭൂരിപക്ഷം ആളുകളും യുവാക്കളായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ് വഅമ്മൽ മശായിഖു മിൻ ഖുറൈശ് ഫഅമ്മത്തുഹും ബഖൂ അലാ ദീനിഹിം. ഖുറൈശികളിലെ മക്കയിലുണ്ടായിരുന്ന പ്രായമായവരും സാധാരണക്കാരുമായ ആളുകൾ അവരൊക്കെ അവരുടെ ആ പഴയ മതത്തിൽ തന്നെ നിലനിൽക്കാനാണ് ശ്രമിച്ചത്. വലം യുസ്ലിം മിൻഹും ഇല്ലൽ ഖലീൽ. പ്രായമായവരിൽ നിന്ന് കുറച്ചാളുകൾ മാത്രമേ റസൂല് പറഞ്ഞത് സ്വീകരിച്ചുള്ളൂ. കൂടുതലും സ്വീകരിച്ചത് യുവാക്കളായിരുന്നു. യുവാക്കളാണ് സത്യത്തെ സ്വീകരിക്കാൻ കൂടുതലും കഴിയുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ വിശദീകരണം അങ്ങനെയാണ് അവിടെ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ വിചാരിക്കരുത് നമുക്ക് മാറാനാകില്ല എന്ന്. പ്രായമായ ആളുകളെ, മുതിർന്നവരെ, പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, രക്ഷിതാക്കളെ, നമ്മൾ ചിന്തിക്കരുത് നമ്മളുടെ മക്കളെ ഇനി നമുക്ക് തിരിച്ചു പിടിക്കാനാവില്ല എന്ന്. കിട്ടേണ്ട ശരിയായ ബോധം അവർക്ക് ലഭിച്ചാൽ തിരിച്ചു നടക്കാനാകും. പക്ഷെ എന്ത് ബോധമാണ് ആദ്യം നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, വലൗ നസല അവ്വല ശൈഇൻ ലാ തശ്റബുൽ ഖംറ ലഖാലു ലാ നദഉൽ ഖംറ അബദ. മദ്യത്തിനടിമപ്പെട്ട് മദ്യമില്ലാതെ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിച്ച ഒരു ജനതയിലേക്ക് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അവരോട് പറഞ്ഞത് നിങ്ങൾ മദ്യപിക്കരുത് എന്നായിരുന്നെങ്കിൽ ആ ജനത നബിയോട് പറയായിരുന്നു, നബിയെ ഞങ്ങൾക്ക് മദ്യം ഒഴിവാക്കാനാവൂല. വീണ്ടും ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വലൗ നസല ലാ തസ്നൂ ലഖാലു ലാ നദഉ സിനാ അബദ. വ്യഭിചാരികളായ ഒരു ജനതയിൽ കടന്നു വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അവരോട് പറഞ്ഞത് വ്യഭിചരിക്കരുത് എന്നായിരുന്നെങ്കിൽ ആ സമൂഹം പ്രവാചകനോട് പറയുമായിരുന്നു, റസൂലെ ഞങ്ങൾക്കത് ഒഴിവാക്കാനാകൂല. ആദ്യം നബി അവരോട് പറഞ്ഞത് അള്ളാഹിനെ കുറിച്ച് പഠിപ്പിച്ച്, പരലോകത്തെ പഠിപ്പിച്ച് ആ റബ്ബിനെ മാത്രം ആരാധിക്കണമെന്നാണ് പറഞ്ഞത്. ആ ബോധമാണ് നമ്മളും പകർന്നു കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടെടുത്ത് നോക്കിയാൽ ഖേദകരമെന്ന് പറയട്ടെ സഹോദരങ്ങളെ, ഈ അടുത്ത് ഒരാളുടെ പ്രസംഗത്തിൽ അയാൾ പറഞ്ഞത് എന്തറിയോ, നിസ്കാരത്തിൽ എനിക്ക് വല്ല അബദ്ധവും സംഭവിച്ചാൽ ഞാൻ ശംസുൽ ഉലമയെ ഓർക്കും. നിസ്കാരത്തിൽ എനിക്ക് വീഴ്ച പറ്റിയാൽ ഞാൻ ശംസുൽ ഉലമയെ ഓർക്കും. എന്നിട്ട് മുന്നിലിരിക്കുന്ന ജനതയോട് അയാൾ പറയണം, നിങ്ങളൊന്ന് ചെയ്തോക്കി, അള്ളാനെ ഓർക്കാൻ, വഅഖിമി സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ നിസ്കരിക്കണേ എന്ന് അള്ള പറയുമ്പോ നിസ്കാരത്തിൽ പോലും അള്ളാനെ ഓർക്കണ്ട എന്ന് പഠിപ്പിക്കുന്ന ഒരു ജനത മറുഭാഗത്തുണ്ട്. ഈ രണ്ട് വിഭാഗത്തിന്റെയും ഇടയിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ നമുക്കായാൽ, പടച്ചവനെയും പരലോകത്തെയും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ, സഹോദരങ്ങളെ, നമ്മളുടെ യുവാക്കൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അതിന് ഈ നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. മുമ്പ് ഖുതുബകളിൽ ഞാൻ സൂചിപ്പിച്ചതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ഖത്താബിന്റെ കഴുത ഇസ്ലാം സ്വീകരിച്ചാലും ഖത്താബിന്റെ മകൻ ഇസ്ലാം സ്വീകരിക്കില്ലെന്ന്
സമകാലീനരായ മനുഷ്യർ ഒരു കാലത്ത് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറിയില്ലേ? പടച്ചോനെ കുറിച്ചുള്ള ബോധ്യമുണ്ടാകുമ്പോൾ മാറും. ആ ബോധ്യമുണ്ടാക്കി കൊടുക്കണം. ഇൻഷാ അല്ലാ വരുന്ന 10, 11 ശനി ഞായർ കേരള യൂത്ത് കോൺഫറൻസിലൂടെ നമ്മുടെ കൂട്ടായ്മ ദൗത്യമാണ് നിർവഹിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന 18 കഴിഞ്ഞ 45 തികഞ്ഞിട്ടില്ലാത്ത മുഴുവൻ യുവതി യുവാക്കളും സഹോദരങ്ങളെ, നമ്മൾ തീരുമാനിക്കുക, ഞായറാഴ്ച വൈകുന്നേരമുള്ള ആ സുപ്രധാനമായ സെഷനിൽ ഞാൻ ഉണ്ടാകുമെന്ന് തീരുമാനിച്ച് രാവിലെ ഒരു 9:30, 10 മണിക്ക് ഇവിടുന്ന് പുറപ്പെടുന്ന വാഹനത്തിൽ നമ്മുടെ സീറ്റ് നമ്മൾ ഉറപ്പിക്കണം. മുതിർന്നവരെ, രക്ഷിതാക്കളെ, ഈ പ്രായത്തിലുള്ള ആണോ പെണ്ണോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. മാതാപിതാക്കളോട് പോലും നമുക്ക് ബാധ്യതയില്ല എന്ന് നമ്മളുടെ മക്കളെ ഒരു ഭാഗത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ. ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ഭാഗത്ത് തളർന്നു വീഴുമ്പോൾ താങ്ങായി മാറാൻ മക്കൾ ഉണ്ടാകണമെങ്കിൽ ഇതൊക്കെ പരലോകത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്ന നന്മയാണ് എന്ന് ബോധ്യം ഉണ്ടാവണം. അപ്പം 2 കാര്യം. ഒന്ന്, ഈ പ്രായത്തിലുള്ളവർ നമ്മൾ ഇന്നത്തെ രജിസ്ട്രേഷൻ സൗകര്യം പുറത്തെ കൗണ്ടർ നമ്മൾ ഉപയോഗപ്പെടുത്തണം. രക്ഷിതാക്കൾ, നിങ്ങളുടെ അറിവിലോ പരിചയത്തിലോ കുടുംബത്തിലോ ബന്ധത്തിലോ ഈ പ്രായക്കാരുണ്ടെങ്കിൽ ബോധപൂർവം ഇടപെട്ട് അവിടേക്ക് നമ്മൾ അവരെ എത്തിക്കണം. രണ്ടാമത്തത്, ഇതിൻ്റെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏത് നിലക്കാണ് നമ്മുടെ സംഘാടകർ, അതിൻ്റെ പ്രവർത്തകർ, ഇവിടെയുള്ള നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നമ്മളോട് സഹായം ആവശ്യപ്പെടുന്നത്, ആ നിലക്ക് സഹകരിക്കണം. സഹോദരങ്ങളെ, യുവാക്കളെ, ചെറുപ്പക്കാരെ, മുതിർന്നവരെ, ജീവിതം നമുക്ക് അടയാളപ്പെടുത്താനാകണം. അഹമ്മദ് ഷൗക്കി എന്ന വലിയ അറിയപ്പെടുന്നൊരു കവി, അദ്ദേഹം പറയുന്നുണ്ട്, അന്നാസു സിൻഫാൻ, മനുഷ്യർ എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ്. മൗതാഫി ഹയാത്തിഹിം, ചില ആളുകൾ ജീവിതകാലത്ത് തന്നെ മരിച്ചുപോയവരാണ്. ദുനിയാവിൽ അവർ ജീവിക്കുന്നുണ്ട്, പക്ഷെ മരിച്ചവരെ പോലെയാണ്. ഓലെക്കുറിച്ച് ഒരാൾക്കും അറിയില്ല. അവരുടെ ജീവിതം അവർ അടയാളപ്പെടുത്തിയിട്ടില്ല. നാടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഓരങ്ങനെ ജീവിച്ചു മരിച്ചുപോയി, ആരും അവരെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. വേറെ ചില ആളുകൾ മരിച്ചുപോയി, അവർ മണ്ണിനടിയിലാണ്, പക്ഷെ അവർ ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നു ആളുകളുടെ മനസ്സിൽ. ഈ 2ാമത്തെ വിഭാഗത്തിൽ നമ്മൾ ഉണ്ടാകണം. അതിന് ജീവിതം കൊണ്ട് ചില നിലപാടുകൾ എടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നന്മകൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ തുണക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായ ശിഫയും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും അല്ലാഹു ശമനത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈമാൻ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബറിടങ്ങൾക്ക് അല്ലാഹു വിശാലതയെ പ്രദാനം ചെയ്യുമാറാകട്ടെ. മഗ്ഫിറത്തും മർഹമത്തും നൽകി റബ്ബ് അവരെ ആദരിക്കുമാറാകട്ടെ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ അല്ലാഹ് നമ്മളെ തിരിച്ചു വിളിച്ചാലും തൗഹീദ് പ്രഖ്യാപിച്ച് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ജീവിക്കുന്ന നാടിൻ്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും ഈ രാജ്യത്ത് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഇതിനെ തകർക്കാനുള്ള എല്ലാവിധ പരിശ്രമങ്ങളെയും പടച്ചറബ് പരിപൂർണമായി പരാജയപ്പെടുത്തുമാറാകട്ടെ. ഫലസ്തീനടക്കം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദീന് സ്വീകരിച്ചതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരീ സഹോദരങ്ങൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء الدين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وسلام على المرسلين والحمد لله رب العالمين.